Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. CA ഫൈനൽ ഓഡിറ്റിൻ്റെ ചാപ്റ്റർ 4 ആണ് നമ്മൾ ഇതിൽ നോക്കുന്നത്, ഈ പാർട്ടിൽ നോക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, ചാപ്റ്റർ 4ൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ മെറ്റീരിയാലിറ്റി, റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ, ഇതാണ് ചാപ്റ്റർ 4ൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കണ്ടൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മെറ്റീരിയാലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്, പിന്നെ റിസ്ക് ബേസ്ഡ് ഓഡിറ്റ് അപ്രോച്ച്, ദെൻ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, നേച്ചർ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രക്ചർ, ദെൻ കമ്പോണൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, review of the system of internal controls, internal control assessment and evaluation, then reporting to clients on internal control weakness and framework of internal controls. അപ്പോൾ ഇത്രയും ടോപ്പിക്കിലാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ചാപ്റ്റർ 4ൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് മെറ്റീരിയാലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്. So materiality and risk assessment. According to SA 320 എന്ന് വെച്ചാൽ മെറ്റീരിയാലിറ്റി ഇൻ പ്ലാനിങ് ആൻഡ് പെർഫോമിംഗ് ഓഡിറ്റ്, അതാണ് SA 320ൻ്റെ പേര്. സോ ദ കോൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി ഈസ് ക്രൂഷ്യൽ ഫോർ ഓഡിറ്റേഴ്സ് ഡ്യൂറിങ് പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ സ്റ്റേജ് ഓഫ് ഓഡിറ്റ് പ്രോസസ്സ്. അപ്പോൾ ഓഡിറ്റിലെ പ്ലാനിങ്ങിനും എക്സിക്യൂഷനും ഇവാലുവേഷനും ഈ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഓഡിറ്ററിന് വളരെ ക്രൂഷ്യലാണ്. This concept helps auditor decide how significant a misstatement must be influence the decision making of financial statement of users. അപ്പോൾ നമുക്കറിയാം എഫ് എസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർ ഓരോ പർപ്പസിനായിരിക്കും അത് യൂസ് ചെയ്യുക. പല യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയായിരിക്കും നമ്മൾ ഈ എഫ് എസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു മിസ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് മെറ്റീരിയലും ആണെങ്കിൽ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, സോ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. മെറ്റീരിയാലിറ്റി എഫക്റ്റ് ഹൗ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ വ്യൂഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഓഡിറ്റേഴ്സ് ഫൈനൽ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ മെറ്റീരിയാലിറ്റി എന്തിനും കാരണമാവുന്നുണ്ട്, ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനും മെറ്റീരിയാലിറ്റി കാരണമാകുന്നത്. കാരണം വളരെ മെറ്റീരിയലായിരുന്നു, വളരെ വലിയൊരു എമൗണ്ടിൻ്റെ ഒരു മിസ്റ്റേറ്റ്മെൻറ്റാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓഡിറ്റർ എന്ത് കൊടുക്കും, ക്വാളിഫൈഡ് ഒപ്പീനിയനാണ് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് കൊടുക്കുക. സോ ഇറ്റ് ഈസ് എ ബെഞ്ച് മാർക്ക് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഐഡൻറ്റിഫൈഡ് മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു ബെഞ്ച് മാർക്കാണെന്ത് മെറ്റീരിയാലിറ്റി. ആൻഡ് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഐഡൻറ്റിഫൈ ചെയ്തതും അതേമാതിരി തന്നെ അൺകറക്റ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയാലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിസ്ക് അസസ്മെൻറ്റ്. Risk assessment involves evaluating the level of risk in various business processes to identify risk areas of potential concern. അപ്പോൾ നമ്മളൊരു ഫേം ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, നമ്മളാണ് ഓഡിറ്റർ, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ പല ഏരിയാസ് ഉണ്ടാവും. ഫിനാൻസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ക്വാളിറ്റി കൺട്രോൾ ഉണ്ടാവും, അങ്ങനെ പല ഏരിയാസ് എന്തിലുണ്ടാവും, ഒരു ബിസിനസ്സിൻ്റെ ഫങ്ഷൻസിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ഏരിയയിലും ഓരോ ബിസിനസ് പ്രോസസ്സിലും എന്ന് വെച്ചാൽ ഓരോന്ന് ബിസിനസ് പ്രോസസ്സാണ്. അപ്പോൾ ഓരോ ബിസിനസ് പ്രോസസ്സിൽ പോയിട്ടും അവിടെ എത്രമാത്രം റിസ്ക് ഉണ്ട് എന്ന് വെച്ചാൽ എത്ര നല്ല രീതിയിലാണ് ഓരോ ബിസിനസ് പ്രോസസ്സും നടക്കുന്നത് എന്നുള്ള കാര്യം ഓഡിറ്റർ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഓരോ ബിസിനസ് ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ബിസിനസ് പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യും. അതിനെയാണ് റിസ്ക് അസസ്മെൻ്റ് എന്ന് പറയാം.
എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഐഡൻറ്റിഫൈ ഏരിയ പൊട്ടൻഷ്യൽ കൺസേൺ. എന്തെങ്കിലും ഈ ഓരോ ഏരിയയിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഫിനാൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും തെഫ്റ്റ് നടക്കുന്നുണ്ടോ, മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന് വെച്ചാൽ പ്രോപ്പർ രീതിയിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ, ക്വാളിറ്റി കൺട്രോൾ ചെക്ക്, അത് പ്രോപ്പറായ രീതിയിൽ എല്ലാ ഐറ്റംസും ക്വാളിറ്റി കൺട്രോളിലൂടെ ആണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓഡിറ്റർ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ദിസ് പ്രോസസ് ഫോക്കസ് ഓൺ ദ ബിസിനസ് എൻവിറോൺമെൻറ്റ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് സ്പെസിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് ഓഡിറ്റ് കമ്മിറ്റി കൺസേൺ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഓഡിറ്റർ നോക്കുക? ഒന്ന് ബിസിനസ് എൻവിറോൺമെൻറ്റ് നോക്കും. ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഏത് ഇൻഡസ്ട്രിയാണ്, ഏത് നേച്ചറിലാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഈ ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്നത്, ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കാര്യങ്ങളും നമ്മൾ ഓഡിറ്റർ ഫസ്റ്റ് മനസ്സിലാക്കണം. ദെൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഈ ഫേം ഏതൊക്കെ റൂൾസാണ് ഫോളോ ചെയ്യുന്നത്, ആ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ നോക്കണം. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചാപ്റ്റർ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാപ്റ്റർ 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാളിറ്റി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് നല്ലൊരു ഗുഡ് ക്വാളിറ്റി കൾച്ചർ ഓർഗനൈസേഷൻ കൊണ്ടുവരണം. സോ അങ്ങനെയുള്ളൊരു നല്ലൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടോ, നല്ലൊരു ലീഡർഷിപ്പിലാണോ ഈ ഒരു ഓർഗനൈസേഷൻ പോകുന്നത് എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ദെൻ ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവിറോൺമെൻറ്റിൽ ഈ ഒരു നമ്മൾ പറഞ്ഞ ഒരു ഇൻഡസ്ട്രി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, പുതിയ കോമ്പറ്റേറ്റേഴ്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ട്രെൻഡ്സോ അങ്ങനെ രീതികളിൽ ബിസിനസ്സിനെ ഡൗൺ ആക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ദെൻ സ്പെസിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് ഓഡിറ്റ് കമ്മിറ്റി കൺസേൺ, ഇവർക്ക് ഈ മാനേജ്മെൻറ്റും അതേമാതിരി തന്നെ ഓഡിറ്റ് കമ്മിറ്റിക്കും കൺസേൺ ആവുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് ഓഡിറ്റർ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. Then, by assessing these factors, auditors can determine which area pose the greatest risk. അപ്പോൾ ഏത് ഏരിയാസാണ് കൂടുതൽ റിസ്ക് ആയിട്ടുള്ളത്? നമ്മൾ ഈ ഒരു ഏരിയസ് പറഞ്ഞു, ഫിനാൻസ്, ഓരോ ബിസിനസ് പ്രോസസ് നമ്മൾ കൺസേൺ നോക്കി. ഈ ഓരോ ബിസിനസ് പ്രോസസ് നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ബിസിനസ് എൻവിറോൺമെൻറ്റും ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഓരോ ബിസിനസ് പ്രോസസ്സിലും പോയിട്ട് നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഈ ഓരോ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ബിസിനസ് എൻവിറോൺമെൻറ്റ് പറ്റിയ രീതിയിലാണോ ആ ഒരു ബിസിനസ് പ്രോസസ് പോകുന്നത്, ഈ ഫിനാൻസ് പോകുന്നത്? റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഏർപ്പെടുന്നുണ്ടോ, അത് പ്രോപ്പറായ രീതിയിൽ മോണിറ്ററിങ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ രീതിയിലാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സ് നോക്കുമ്പോഴും ഓഡിറ്ററിന് എന്ത് മനസ്സിലാവും? ഏത് ഏരിയയിലാണ് കൂടുതൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് എന്നുള്ള കാര്യം ഓഡിറ്ററിന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് ഓഡിറ്ററിന് പറ്റും ടൈലർ ദെയർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അക്കോർഡിംഗ്ലി. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അതിനനുസരിച്ചിട്ട് ഓഡിറ്ററിന് ഡിസൈൻ ചെയ്യാനും ഈ ഒരു റിസ്ക് അസസ്മെൻറ്റിലൂടെ ഓഡിറ്ററിന് പറ്റും. സോ ഒരു ഓഡിറ്റർ ഫസ്റ്റ് ടൈം നമ്മൾ ഓഡിറ്റ് അക്സെപ്റ്റ് ചെയ്തു, ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ജോലിയാണ് റിസ്ക് അസസ്മെൻറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഏരിയാസും പോയി കവർ ചെയ്തു, ഓരോ ബിസിനസ് പ്രോസസ്സും പോയി നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് മനസ്സിലായി? ചില ബിസിനസ് പ്രോസസ്സുകളിൽ എന്തുണ്ട്, റിസ്ക് ഉണ്ട്, ചില ഇതിന് കുറവാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസ്ക്. സോ ഓഡിറ്റ് റിസ്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിസ്ക് ഓഫ് ഇഷ്യൂയിങ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഓഡിറ്റ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓഡിറ്റ് ചെയ്തു, നമ്മളാണ് ഓഡിറ്റർ, ഇതാണ് ഫേം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ FS എടുത്തിട്ട്, ഇതാണ് FS എടുത്തിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഈ FS ട്രൂ ആൻഡ് ഫെയർ ആണ് നമ്മൾ പറഞ്ഞു, ഇത് ഒരു ഇഷ്യൂസും ഇല്ല, എല്ലാം പ്രോപ്പറാണ് എന്നുള്ള കാര്യം നമ്മൾ കൊടുത്തു. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്. സോ നമ്മളുടെ ഒപ്പീനിയൻ അപ്പോൾ എന്തായി? നമ്മളുടെ ഒപ്പീനിയൻ ഇൻഅപ്രോപ്രിയേറ്റ് ആയി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലി മിസ്റ്റേറ്റ് ആണ്, പക്ഷേ നമുക്ക് ആ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറ്റി? നമ്മളുടെ ഓഡിറ്റ് ഒപ്പീനിയൻ ഇൻഅപ്രോപ്രിയേറ്റ് ആയി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ആണ്, പക്ഷേ നമ്മളത് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ അല്ല, ഇതിൽ കുറ്റമുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നടത്തിയിട്ട് ഈ ഒരു കാര്യം നമ്മൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ സാമ്പിൾ വെച്ച് നോക്കി, നമ്മളിപ്പോൾ 1000 എണ്ണമുള്ളതിൽ 100 എണ്ണം സാമ്പിൾ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇതിൽ 90 എണ്ണം എന്ത് പറ്റി? മിസ്റ്റേക്കായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നോർമലി ഒരു ഓഡിറ്റർ എന്താ ചെയ്യുക? നമ്മൾ കൂടുതൽ സാമ്പിൾസ് കളക്ട് ചെയ്യും.
ഈ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് കളക്ട് ചെയ്തു, നമ്മൾ കൂടുതൽ സാമ്പിൾസ് ഒരു 200 സാമ്പിൾസ് കൂടി കളക്ട് ചെയ്തപ്പോൾ ഇതിൽ 190 സാമ്പിൾസും കറക്റ്റാണ്. ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ നമ്മൾ കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനാണ് ഈ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്, പക്ഷേ നമ്മൾ സാമ്പിൾസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓക്കെ അല്ലാന്ന് തോന്നി. അപ്പോൾ നമ്മൾ കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിലേക്കാണ് ഏർപ്പെടുക. ഇതിന് പകരം നമ്മൾ നമ്മൾ ഈ സാമ്പിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി, ഈ 100 സാമ്പിൾ എടുത്തു, അതിൽ നമുക്ക് മനസ്സിലാക്കി 90 കറക്റ്റായി വന്നു. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ട്രൂ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. പക്ഷേ ബാക്കിയുള്ളതിൽ 90% റോങ് ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്. പക്ഷേ നമ്മളുടെ ഒപ്പീനിയൻ എന്തായിപ്പോയി, ഇൻഅപ്രോപ്രിയേറ്റ് ആയിപ്പോയി. അതാണ് ഓഡിറ്റ് റിസ്ക്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്, നമ്മളുടെ ഒപ്പീനിയൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഒപ്പീനിയൻ കൊടുക്കുകയും ചെയ്ത്. അതാണ് ഓഡിറ്റ് റിസ്ക്. സോ ഓഡിറ്റ് റിസ്ക് ഇസ് ഡിഫൈൻഡ് ആസ് ദ റിസ്ക് ഓഫ് ഇഷ്യൂയിങ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഓഡിറ്റ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ്. ഓക്കെ, സോ ഇറ്റ് കംപ്രൈസസ് 3 മെയിൻ കമ്പോണൻസ്. അപ്പോൾ ഓഡിറ്റ് റിസ്കിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഈ ഓഡിറ്റ് റിസ്ക് വരാൻ കാരണമാവുന്ന 3 കാരണങ്ങൾ, അതിനെയാണ് ഈ 3 കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. ഒന്ന് വെച്ചാൽ ഇൻഹറൻറ്റ് റിസ്ക്, നാച്ചുറലി വരാൻ ചാൻസ് ഇല്ല. നമ്മളൊരു ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന റിസ്ക്കുകളാണ് ഈ ഇൻഹറൻറ്റ് റിസ്ക്. എന്ന് വെച്ചാൽ നോർമലി എല്ലാ ഓഡിറ്റിനും കാണാൻ ചാൻസ് ഉള്ളൊരു റിസ്ക്കുകൾ. ദെൻ കൺട്രോൾ റിസ്ക്. കൺട്രോൾ റിസ്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഫേമിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ വളരെ വീക്കാണ്. ആ ഒരു വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് പലരും മിസ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി, പലരും ഫ്രോഡുകൾ കമ്മിറ്റ് ചെയ്തു. അങ്ങനെ വരാൻ ചാൻസുള്ള റിസ്ക്കാണ് കൺട്രോൾ റിസ്ക്. ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്തു ഈ ഒരു റിസ്ക് നമ്മൾ ചെക്ക് ചെയ്ത് 100 നമ്മളൊരു സാമ്പിളായിട്ട് 100 എടുത്ത് ചെക്ക് ചെയ്ത് അത് 90 നമുക്ക് ശരിയായി, പക്ഷേ ബാക്കിയുള്ള 90% എന്ന് വെച്ചാൽ തെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തതിൽ വന്ന റിസ്ക്, അതാണ് ഡിറ്റക്ഷൻ റിസ്ക്. അപ്പോൾ ഈ ഒരു 3 രീതികളിലാണ് ഓഡിറ്റ് റിസ്ക് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ ഓഡിറ്റ് റിസ്ക് കമ്പോണൻസ് ഓരോന്നായി നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇൻഹറൻറ്റ് റിസ്ക്, ദെൻ കൺട്രോൾ റിസ്ക് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. ഓക്കെ, ഫസ്റ്റ് അതെന്തോ ഗ്ലിച്ച് വന്നതാണ്. സോ ഫസ്റ്റ് ഇൻഹറൻറ്റ് റിസ്ക് ആണ്. ദിസ് റിഫേഴ്സ് ടു ദ സസെപ്റ്റബിലിറ്റി. ഈ വേർഡ് നോക്കണം. നമ്മൾ ഇൻഹറൻറ്റ് റിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഈ ഒരു വേർഡ് സസെപ്റ്റബിലിറ്റി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം. ഓഫ് എ ഫിനാൻഷ്യൽ അസെഷൻ ടു എ മിസ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ. അപ്പോൾ ഫിനാൻഷ്യൽ അസെഷൻ മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആവാനുള്ള ചാൻസ്, അതാണ് സസെപ്റ്റബിലിറ്റി ഉദ്ദേശിക്കുന്നത്. എഫക്റ്റഡ് ആവാനുള്ളൊരു സാധ്യത. ദിസ് റിഫേഴ്സ് ടു സസെപ്റ്റബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ അസെഷൻ ടു എ മിസ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ എന്ന് വെച്ചാൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഐദർ ഓൺ ഇറ്റ്സ് ഓൺ ഓർ വെൻ അഗ്രിഗേറ്റഡ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫിനാൻഷ്യൽ അസെഷൻ, ഏതെങ്കിലും ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളൊരു ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് അത് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവാനുള്ള സാധ്യത ഒന്നുകിൽ ഒരു ഐറ്റം വൈസായിട്ടോ എന്ന് വെച്ചാൽ ഒരു ഐറ്റമായിട്ടോ, അല്ലെങ്കിൽ വെൻ അഗ്രിഗേറ്റഡ് വിത്ത് അതർ മിസ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ മറ്റ് മിസ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ ഇതും കൂടി മിസ്റ്റേറ്റഡ് ആയിപ്പോയി. അസ്യൂമിങ് ദർ ആർ നോ റിലേറ്റഡ് ഇൻറ്റേർണൽ കൺട്രോൾസ്. ഈ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് ഇത് മിസ്റ്റേറ്റ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനോ ഡിറ്റക്റ്റ് ചെയ്യാനോ എന്തുമില്ല, ഇൻറ്റേർണൽ കൺട്രോളും ഇല്ല. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഹറൻറ്റ് റിസ്ക് എന്ന് വിളിക്കുക. എന്തൊക്കെയാണ്? ഒരു ഫിനാൻഷ്യൽ അസെഷൻ ഐദർ ഇൻകം, എക്സ്പെൻസ്, അസെറ്റ് ഓർ ലയബിലിറ്റി ഓൺ ഇറ്റ്സ് ഓൺ. ഒന്നുകിൽ അതൊന്നായിട്ടോ, ഒരു ഇൻകം മാത്രം, നമുക്കൊരു ഇൻകം കിട്ടിയിട്ട് ഒരു സെയിൽസ്, അത് നമ്മൾ 100 രൂപേൻ്റെ സാധനം നമ്മൾ 10 രൂപ എന്ന് റെക്കോർഡ് ചെയ്ത് പോയി. ഓക്കെ, 10 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്തു. പക്ഷേ നമ്മൾ ഡെറ്ററിനെ നമ്മൾ കറക്റ്റായിട്ട് 100 രൂപ തന്നെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇവിടെ മാത്രമാണ് വന്നിട്ടുള്ളൂ, മിസ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളൂ. ഇത് പഴയ കേസാട്ടോ, ഇപ്പോഴൊന്നും അങ്ങനെ വരില്ല. ഇപ്പോൾ പണ്ടത്തെ നമ്മൾ ബുക്കിലൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ ഒരു 1 10 1 100 വരുള്ളൂ. ഇപ്പോൾ ഫുള്ള് നമ്മൾ സോഫ്റ്റ്വെയർസ് ആയതുകൊണ്ട് നമ്മൾ ഇടുന്ന എൻട്രീസ് ഡബിൾ ഒക്കെ ആയിട്ടേ വരുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഈ 100 10 നമുക്ക് എൻട്രി ഇടാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെറ്ററും 10 ആവും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ സെയിൽസ് മാത്രം 10, ഡെറ്റർ 100 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊറ്റക്കാണ് മിസ്റ്റേറ്റഡ് ആയി കിടക്കുന്നത്. ഏതാണ് ഈ സാധനം? ഈ സെയിലാണ് ഫിനാൻഷ്യൽ അസെഷൻ.
ഈ 100 ഉള്ളത് 10 ആക്കിയതാണെന്ത് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. ഇത് എങ്ങനെയാണുള്ളത്, ഇത് ഓൺ ഇറ്റ്സ് ഓൺ ആണുള്ളത്, അല്ല വെൻ അഗ്രിഗേറ്റഡ് വിത്ത് അതർ മിസ്സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആൻഡ് ഇങ്ങനെ മിസ്റ്റേറ്റഡ് ആയിപ്പോയി. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ, ഇത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇൻറ്റേർണൽ കൺട്രോളും നമ്മളുടെ സിസ്റ്റത്തിലില്ല, നമ്മളുടെ ഫേമിലില്ല, നമ്മളുടെ കമ്പനിയിലില്ല. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇതിൻ്റെ ഒരു പോസിബിലിറ്റി, ഈ ഒരു ചാൻസ്, ഇങ്ങനെ എഫക്റ്റഡ് ആവാനുള്ളൊരു ചാൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഹറൻറ്റ് റിസ്ക് എന്ന് പറയാം. എക്സാമ്പിൾ, എ റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് മൈറ്റ് റെൻഡർ എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഒബ്സൊലീറ്റ്. അപ്പോൾ പെട്ടെന്നൊരു ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, അതിൻ്റെ വാല്യൂ 1000 രൂപയാണ്. പക്ഷേ പെട്ടെന്നും ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നു, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമേ ഇപ്പോൾ വരുന്നില്ല. ഓക്കെ, നമ്മൾ പണ്ട് ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, പക്ഷെ എന്നാലും പണ്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം. പക്ഷേ ഇപ്പോൾ ChatGPT അങ്ങനെ കുറേ ഈ AI ടൂൾസ് വന്നപ്പോൾ ഇതിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഈ ഒരു ChatGPTയും ബാക്കിയുള്ള AI ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ യൂസ് ഇപ്പോഴും ഉണ്ടെങ്കിലും ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു. സോ ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്. അപ്പോൾ ഇവരുടെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ്. അപ്പോൾ അവരുടെ ബുക്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ സാധനങ്ങൾ കാണിക്കും, അതിൻ്റെ ഫിഗേഴ്സും വാല്യൂസൊക്കെ കാണിക്കും. ഈ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച്, അഡ്വാൻസ്മെൻറ്റ് ഇവരറിയാതെ ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ വാല്യൂ പഴയ വാല്യൂ ആയിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ, ഈ ChatGPT ഒക്കെ വന്നതിന് ശേഷവും പഴയ വാല്യൂ, പണ്ട് അവരെന്തായിരുന്നോ അതിന് വാല്യൂ കൊടുത്തിട്ടുള്ളത് അതേ വാല്യൂ തന്നെ അവരുടെ ബുക്കിൽ ഇപ്പോഴും അവർ കൊടുക്കുകയാണെങ്കിൽ ഇത് ഓവർ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഗൂഗിൾ അസിസ്റ്റൻറ്റ് ശരിക്കും ഇത്ര വാല്യൂ ഇപ്പോൾ ഇല്ല, അതിൻ്റെ വാല്യൂ ഇടിഞ്ഞു വരികയാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ്. പക്ഷേ പഴയ വാല്യൂ നമ്മൾ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആയി പോകും ആ ഒരു ഇൻവെൻട്രി. സച്ച് റിസ്ക് അറൈസസ് ഫ്രം ദ എൻറ്റിറ്റീസ് ഒബ്ജക്റ്റീവ്, ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ, ദ ഇൻഡസ്ട്രി ഇറ്റ്സ് ഓപ്പറേറ്റ്സ് ആൻഡ് ദ റെഗുലേറ്ററി എൻവിറോൺമെൻറ്റ്. സോ ഈ ഒരു എക്സാമ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഇൻഹറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം, ഈ ഒരു ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ കാര്യം ഗൂഗിളിൻ്റെ അടുത്ത് കണ്ടുപിടിക്കാനെന്ന് വിചാരിക്കുക, ഗൂഗിൾ കണ്ടുപിടിക്കും. അവരെ പറയല്ല, എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഗൂഗിളിന് കണ്ടുപിടിക്കാനില്ലെങ്കിൽ, ഒരു ഇൻറ്റേർണൽ കൺട്രോളും ഇല്ലെങ്കിൽ ഇത് ഇൻഹറൻറ്റ് റിസ്ക് ആണ്. ദെൻ കൺട്രോൾ റിസ്ക്. This is the risk that the internal control system will not prevent, detect and correct a misstatement in a timely manner. ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അതെന്ത് ചെയ്യുന്നില്ല, അത് ഒരു കാര്യത്തിനെ കറക്റ്റായിട്ട് പ്രിവെൻറ്റും ചെയ്യുന്നില്ല, ഡിറ്റക്റ്റും ചെയ്യുന്നില്ല, കറക്റ്റും ചെയ്യുന്നില്ല, ടൈംലി ബേസിൽ കറക്റ്റും ചെയ്യുന്നില്ല. നമ്മളൊരു വീട്ടിലൊരു നായേനെ വളർത്തുന്നുണ്ട് വിചാരിക്കുക, ഒരു നായ ഉണ്ട് വിചാരിക്കുക. നമ്മുടെ വീട്ടിലൊരു കള്ളം കയറി സാധനമൊക്കെ കൊണ്ടുപോയിട്ട് കള്ളം മതിൽ ചാടിയതിന് ശേഷം നായ കുരയ്ക്കാൻ തുടങ്ങി. അതേ സിറ്റുവേഷനാണ് പറഞ്ഞത്. നമ്മളുടെ ഇൻറ്റേർണൽ കൺട്രോളാണ് ഈ ഒരു നായ. ഇത് എപ്പോഴാണ് കുറച്ചത്, കള്ളൻ മതിൽ ചാടി നമ്മളെ സാധനം കൊണ്ട് പോയതിന് ശേഷമാണ് കുരയ്ക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് ടൈംലി മാനർ അല്ലാണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനെക്കൊണ്ട് യാതൊരു യൂസും ഇല്ല. ഈ ഒരു റിസ്ക്കാണ്, ഇങ്ങനത്തെ ഒരു നായനെ വാങ്ങി വെക്കുന്നതിൻ്റെ റിസ്ക്കാണ് കൺട്രോൾ റിസ്ക്. Each entity should assess its business and other risk, including fraud, and implement a system of internal control to mitigate this risk. അപ്പോൾ ഓരോ എൻറ്റിറ്റിയും എന്ത് ചെയ്തിരിക്കണം, അവരുടെ റിസ്ക്കുകളെ, അതേമാതിരി തന്നെ ഫ്രോഡ് ഉൾപ്പെടെയുള്ള എല്ലാ റിസ്ക്കുകളെയും അവർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ വേണം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. Entity level controls such as board oversight and IT general controls influence all accessions, while activity level controls are specific to a particular accessions. So 2 ലെവൽ കൺട്രോൾസ് ഉള്ളത്. ഒന്ന് എൻറ്റിറ്റി ലെവൽ കൺട്രോൾ എന്ന് വെച്ചാൽ ഒരു ജനറൽ കൺട്രോൾ. നമ്മളുടെ ഒരു ബിസിനസ്സിൽ ഒരു ഫാക്ടറി ഉണ്ട്, അതിൽ ഒരുപാട് മെഷീനറീസ് ഉണ്ട്. അപ്പോൾ ആ മെഷീനറീസൊക്കെ നമ്മൾ ഒരു ജനറൽ കൺട്രോൾ ഉണ്ടാക്കി എല്ലാ മെഷീനറീസും ഡെയിലി 2 hours അത് ക്ലീൻ ചെയ്യാനുള്ളൊരു ടൈമാണ് 2 hours. 2 hours എന്തായാലും അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ഫുഡ് ഫാക്ടറി എന്ന് വിചാരിക്കുക. സോ അതുകൊണ്ട് തന്നെ ഒരു 2 hours അത് ക്ലീൻ ചെയ്യണം നമ്മൾ പറഞ്ഞു. ഇതൊരു ജനറൽ കൺട്രോളാണ്.
മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാണ് എല്ലാ മെഷീനറീസും എന്താണ് 2 hours ക്ലീൻ ചെയ്യണം. ഇനി ചില മെഷീനറീസിന് എന്ത് വേണം, ഓരോ റിപ്പയറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, ഒരു മന്ത്ലി ബേസിസിലോ വീക്ക്ലി ബേസിസിലോ. അപ്പോൾ ആ ഒരു മെഷീൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, നമ്മൾ ആ ഒരു റിപ്പയറിന് വേണ്ടിയുള്ള കൺട്രോൾസ് കൊടുക്കുകയാണ്. ഇന്ന ആൾക്കാർ വരണം, അവർ ഇന്ന സമയത്ത് വന്നിട്ട് വേണം, കാരണം നമ്മുടെ ഓപ്പറേഷൻസിനെ എഫക്റ്റ് ചെയ്ത രീതിയിൽ അവരെ ആ ഒരു ഷെഡ്യൂൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ട് അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മെഷീനറീസിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ നടത്തണം. സോ അതാണെന്ത് ആക്ടിവിറ്റി ലെവൽ കൺട്രോൾ, ഓരോ ആക്ടിവിറ്റി ബേസ്ഡ്. ഓക്കെ, എൻറ്റിറ്റി ലെവൽ കൺട്രോൾ എന്ന് വെച്ചാൽ എസ് എ ബോർഡ് ഓവർസൈറ്റ് ആണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ നോക്കുക. അതേമാതിരി തന്നെ IT ജനറൽ കൺട്രോൾസ്, ഇതൊക്കെ ഒരു എൻറ്റിറ്റി ലെവൽ കൺട്രോൾസിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഇൻഫ്ലുവൻസ് ഓൾ അസെഷൻസ്, എല്ലാ അസെഷൻസിനെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി ലെവൽ കൺട്രോൾ എന്ന് വെച്ചാൽ സ്പെസിഫിക് ആണ്, ഓൺലി പെർട്ടിക്കുലർ അസെഷൻസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് സം ലെവൽ ഓഫ് കൺട്രോൾ risk always exists due to inherent limitations of any internal control system. അപ്പോൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊരു കൺട്രോൾ, ഒരു ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ എത്രയൊക്കെ പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താലും അതിലെന്തുണ്ടാവും, ഓൾവേസ് എക്സിസ്റ്റ് എ കൺട്രോൾ റിസ്ക് ഡ്യൂ ടു ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് എനി ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് കാരണം എപ്പോഴും ഒരു കൺട്രോൾ റിസ്ക് അതിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഡിറ്റക്ഷൻ റിസ്ക് ആണ്. ദിസ് റിഫേഴ്സ് ടു ദ റിസ്ക് ദാറ്റ് ദ ഓഡിറ്റർ മേ നോട്ട് ഡിറ്റക്ട് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ അസെഷൻ. ഒരു അസെഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർ ഡിറ്റക്ട് ചെയ്യാണ്ട് പോവുക. ഇതാണെന്ത് ഡിറ്റക്ഷൻ റിസ്ക്. ദ അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് ഡിറ്റക്ഷൻ റിസ്ക് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ അസെഷൻ ലെവൽ. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ ഡിറ്റക്ഷൻ റിസ്ക്കും അതേമാതിരി തന്നെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റും ഇതും രണ്ടും എന്താണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. സപ്പോസ് ഞാൻ പറഞ്ഞു നമ്മളൊരു ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, റിസ്ക് അസസ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഇയാൾ ഓരോ ബിസിനസ് പ്രോസസ്സിലും എന്താണ് റിസ്ക് അസസ്മെൻറ്റ് നടത്തി. അപ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലായി, റിസ്ക് ലോ ആണെന്ന് മനസ്സിലായി, റിസ്ക് അധികം ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ റിസ്ക് അധികം ഇല്ലാത്തൊരു ഏരിയയിൽ ഇയാൾ എന്താണ്, ഈ ഒരു ഓഡിറ്റർ ഇയാളുടെ ഡിറ്റക്ഷനും എന്തായിരിക്കും, വളരെ കുറയും. ഇയാൾ ഭയങ്കര കെയർഫുൾ ആവില്ല, ഇയാൾ വളരെ കെയർലെസ് ആവും. നമുക്കതറിയാം എന്താണ് റിസ്ക് കുറവാണെന്നറിയാം, അതുകൊണ്ട് തന്നെ നമ്മൾ കെയർലെസ് ആവും. പക്ഷേ അവിടെ റിസ്ക് ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് കുറവാണെങ്കിൽ ഡിറ്റക്ഷൻ റിസ്ക് കൂടാനാണ് ചാൻസ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഓഡിറ്റർ കെയർലെസ് ആവും, ഓഡിറ്റർ അധികം ചെക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു സാധനം, ഒരു മേജറായിട്ടുള്ള ഐറ്റം ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, വിട്ടുപോകും. നമ്മൾ 1000 ഉള്ളത് നമ്മൾ നേരത്തെ എത്ര എടുത്തിട്ടുള്ളൂ, 100 സാമ്പിളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ 100 എടുക്കാനുള്ള കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തപ്പോൾ റിസ്ക് ആ ഒരു ഏരിയയിൽ കുറവാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അധികം സാമ്പിൾസ് അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആകെ 100 10% മാത്രം നമ്മൾ എടുത്ത് ചെക്ക് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു. ആ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ് എന്ത് പറ്റിയത്, ഡിറ്റക്ഷൻ റിസ്ക് അവിടെ സംഭവിച്ചത്. ഇനി അങ്ങനെയല്ല, അവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ കൂടുതൽ ഒരു 90% നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡിറ്റക്ഷൻ റിസ്ക് വരാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇൻ പ്രാക്ടീസ് ഓഡിറ്റേഴ്സ് ഫോക്കസ് ദെയർ പ്രൊസീജിയേഴ്സ് ഓൺ അസെഷൻ വിത്ത് ഹയർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റർ എപ്പോഴും എന്താണ് ഫോക്കസ് ചെയ്യുക, ഹയർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ഉള്ള അസെഷൻസിനാണ് ഓഡിറ്റർ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ആൻഡ് ദേ മസ്റ്റ് കൺസിഡർ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് കുഡ് ലീഡ് ടു അൺഡിറ്റക്റ്റഡ് എറേഴ്സ് സച്ച് ആസ് ഇൻഅപ്രോപ്രിയേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓർ മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ്. അപ്പോൾ ചില ഫാക്ടേഴ്സ് ഓഡിറ്റർ എപ്പോഴും എന്തൊക്കെ കൺസിഡർ ചെയ്യണം, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സും അതേമാതിരി തന്നെ ചില ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ റിസൾട്ട്സും നമ്മൾ ചിലപ്പം മിസ് ഇൻ്റർപ്രിറ്റ് ചെയ്ത് പോകും. നമുക്ക് മനസ്സിലാവും, നമ്മൾ വേറെ രീതിയിൽ അതിന് വ്യാഖ്യാനിച്ച് പോകും. അങ്ങനെയുള്ള കാരണം കൊണ്ട് ചില എറേഴ്സ് അൺഡിറ്റക്റ്റഡ് ആയിട്ട് വരും. സോ ഈ കാര്യങ്ങൾ കൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതാണ് ഡിറ്റക്ഷൻ റിസ്കിൻ്റെ കേസിൽ. ഓക്കെ, സോ ഇതാണ് ഓഡിറ്റ് റിസ്ക് കമ്പോണൻസ്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് നോക്കാനുള്ളതാണ് മാത്തമാറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓഡിറ്റ് റിസ്ക്.
Mathematical understanding of audit risk. Audit risk can be mathematically expressed as audit risk equal to inherent risk into control risk into detection risk. അപ്പോൾ ഇത് മൂന്നും കൂടി കൂടിയാലേ എന്തുണ്ടാവുള്ളൂ, ഓഡിറ്റ് റിസ്ക് ഉണ്ടാവുള്ളൂ. ഇൻഹറൻറ്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഡിറ്റക്ഷൻ റിസ്ക്കും. ദിസ് ഫോർമുല ഇല്ലസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് 3 components ഓഫ് ഓഡിറ്റ് റിസ്ക്: ഇൻഹറൻറ്റ് റിസ്ക്, കൺട്രോൾ റിസ്ക് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. ദ ഓഡിറ്റ് റിസ്ക് കൺസിസ്റ്റ് ഓഫ് 2 മെയിൻ എലമെൻറ്റ്സ്. അപ്പോൾ ഓഡിറ്റ് റിസ്ക് എന്താണ്? 2 മെയിൻ എലമെൻറ്റ്സ് ആണ് ഓഡിറ്റ് റിസ്കിനുള്ളത്. ഒന്ന് വെച്ചാൽ ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് പ്രയർ ടു ദ ഓഡിറ്റ് വിച്ച് എൻകോമ്പസസ് ബോത്ത് ഇൻഹറൻറ്റ് ആൻഡ് കൺട്രോൾ റിസ്ക്. അപ്പോൾ ഓഡിറ്റിന് മുന്നേ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ഇൻഹറൻറ്റ് റിസ്ക് ആയാലും കൺട്രോൾ റിസ്ക് ആയാലും, ഈ കൺട്രോൾ റിസ്ക് എന്താണ്? ഇതിലുള്ള ഇൻറ്റേർണൽ കൺട്രോളാണ്. ഇൻഹറൻറ്റ് റിസ്ക് എന്താണ്? അതും ഇവിടെ ഉള്ളത് തന്നെയാണ്. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ 2 റിസ്ക്കുകളും ഇവിടെ നടന്ന സംഭവമാണ്. സോ അതുകൊണ്ടാണ് പ്രയർ ടു ഓഡിറ്റ് എന്ന് പറഞ്ഞത്. ഇൻഹറൻറ്റ് റിസ്ക് ആയാലും കൺട്രോൾ റിസ്ക് ആയാലും പ്രയർ ടു ഓഡിറ്റ് ആണ്. സോ ഈ 2 റിസ്ക്കുകളെയും, ഇൻഹറൻറ്റ് റിസ്കിനെയും കൺട്രോൾ റിസ്കിനെയും കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതും അപ്പോൾ ഓഡിറ്റ് റിസ്കിൻ്റെ 2 എലമെൻറ്റ്സിലെ ഒന്ന് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇൻഹറൻറ്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും. പിന്നെ ബാക്കിയുള്ളതാണ് റിസ്ക് ദാറ്റ് ദ ഓഡിറ്റർ ഫെയിൽസ് ടു ഡിറ്റക്ട് സച്ച് എ മിസ്റ്റേറ്റ്മെൻറ്റ്. ഈ 2 മിസ്റ്റേറ്റ്മെൻറ്റ്, ഈ ഇൻഹറൻറ്റ് റിസ്ക്കും അതേമാതിരി തന്നെ ഈ ഒരു കൺട്രോൾ റിസ്ക്കും ഡിറ്റക്റ്റ് ചെയ്യാൻ ഓഡിറ്റർ ഫെയിലായിപ്പോയി. അതാണെന്ത്? ഡിറ്റക്ഷൻ റിസ്ക്. സോ രണ്ടാമത്തെ കമ്പോണൻ്റാണ്, എലമെൻ്റാണെന്ത്? ഡിറ്റക്ഷൻ റിസ്ക്. ഇവിടെ ഇൻഹറൻറ്റ് റിസ്ക്കും അതേമാതിരി തന്നെ കൺട്രോൾ റിസ്ക്കും വരും. ഇതിൻ്റെ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റും ഡിറ്റക്ഷൻ റിസ്ക്കും ആണെന്ത്? ഈ ഓഡിറ്റ് റിസ്കിൻ്റെ 2 എലമെൻറ്റുകൾ. ഇതിൻ്റെ ഡിവിഷനാണ് ഇൻറ്റേർണൽ റിസ്ക്കും കൺട്രോൾ റിസ്ക്കും. For further clarity, the relationship can be defined as follows: audit risk equal to risk of material misstatement into detection risk. Risk of material misstatement, this refers to the inherent risk that a material misstatement may exist in the financial statement before the audit begins. അപ്പോൾ ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻഹറൻറ്റ് റിസ്ക് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇൻഹറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. ഓക്കെ, ഡിഫൈൻഡ് ആസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഈക്വൽ ടു ഇൻഹറൻറ്റ് റിസ്ക് ഇൻ ടു കൺട്രോൾ റിസ്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇനി ഡിറ്റക്ഷൻ റിസ്ക്. ദിസ് ഇസ് ദ റിസ്ക് ദാറ്റ് ദ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് റിമെയിൻസ് അൺഡിറ്റക്റ്റഡ് ഈവൻ ഇഫ് ഓൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആർ പെർഫോംഡ് കറക്റ്റ്ലി. എല്ലാ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും കറക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടും ചില മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാണ്ട് പോകുന്നതാണ് ഡിറ്റക്ഷൻ റിസ്ക്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ കമ്പൈൻഡ് ലെവൽ ഓഫ് ഇൻഹറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഡിറ്റക്ഷൻ റിസ്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റും ഡിറ്റക്ഷൻ റിസ്ക്കും ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെയിം കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻഹറൻറ്റ് റിസ്ക് പ്ലസ് കൺട്രോൾ റിസ്ക്. സോ ഇൻഹറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്കും ഡിറ്റക്ഷൻ റിസ്ക്കും തമ്മിൽ റിലേഷനാണ് വരുന്നത്? ഇൻവേഴ്സ് റിലേഷനാണ് വരുന്നത്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീനിങ് ദാറ്റ് ഇൻഹറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക് ഇൻക്രീസ്. അത് ഇൻക്രീസ് ചെയ്യാണ്, അത് കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓഡിറ്റിന് മുമ്പാണ് വരുന്നത്? ഈ ഒരു 2 റിസ്ക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ 2 റിസ്ക്കും അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇൻഹറൻറ്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും. ഇതിൻ്റെ കോമ്പിനേഷനാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന സംഭവം റിസ്ക് അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് കൂടുതലാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മളുടെ ഡിറ്റക്ഷൻ കൂടും. ഡിറ്റക്ഷൻ കൂടുന്ന സമയത്ത് നമ്മളുടെ ഡിറ്റക്ഷൻ റിസ്ക് കുറയും. ഓക്കെ, സോ ഡിറ്റക്ഷൻ റിസ്ക് മസ്റ്റ് ഡിക്രീസ് ടു മെയിൻറ്റെയിൻ അക്സെപ്റ്റബിൾ ഓവറോൾ ഓഡിറ്റ് ലെവൽ. ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ The primary objective of audit is to reduce audit risk to an acceptable low level. അപ്പോൾ ഓഡിറ്റ് റിസ്ക് അക്സെപ്റ്റബിൾ ആയുള്ള ലെവലിലേക്ക് കുറയ്ക്കുക എന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ടു അച്ചീവ് ദിസ് ദ ഓഡിറ്റർ മസ്റ്റ്. അപ്പോൾ ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ ഓഡിറ്റർ എന്തൊക്കെ ചെയ്യണം? അസസ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് തറവിലി. അപ്പോൾ ഫസ്റ്റ് എന്ത് മനസ്സിലാക്കണം? ഈ ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഓഡിറ്റർ മനസ്സിലാക്കിയിരിക്കണം, തറവായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഫസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സംഭവമാണ് ഇത് സാധനം അസസ് ചെയ്യുക, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അസസ് ചെയ്യുക. ഇത് തറവിലി ചെയ്യണം. ദെൻ
ലിമിറ്റ് ഡിറ്റക്ഷൻ റിസ്ക് ത്രൂ അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടൈലേർഡ് ടു ദ അസസ്ഡ് റിസ്ക്. അപ്പോൾ ഈ ഒരു അസസ്മെൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിറ്റക്ഷൻ റിസ്കിനെ ലിമിറ്റ് ചെയ്യണം, അതേമാതിരി തന്നെ അതിനെ ഡിഫൈൻ ചെയ്യണം. റിസ്ക് കൂടിയ സ്ഥലത്ത് ഈ ഡിറ്റക്ഷൻ റിസ്ക് നമ്മൾ കൂട്ടാൻ നോക്കണം, കുറയ്ക്കാൻ നോക്കണം. കൂടിയ സ്ഥലത്ത് നമ്മൾ എന്താണ് കുറച്ച് മാത്രമാണ് ഈ ഒരു ഡിറ്റക്ട് ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റർ ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? ഓഡിറ്റ് റിസ്ക് അക്സെപ്റ്റബിൾ വിലയ്ക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓഡിറ്റേഴ്സ് അക്കംപ്ലിഷ് ദിസ് ബൈ പെർഫോമിംഗ് പ്രൊസീജിയേഴ്സ് ദാറ്റ് അഡ്രസ് അസസ്ഡ് റിസ്ക് ഓഫ് അറ്റ് വേരിയസ് ലെവൽ. സോ നമ്മൾ അസസ് ചെയ്യുന്ന റിസ്ക് എന്താണ്, വേരിയസ് ലെവലിൽ നമ്മൾ അസസ് ചെയ്യുന്ന റിസ്കിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യണം, ഓഡിറ്റർ അക്കംപ്ലിഷ് ചെയ്യണം. ഇൻക്ലൂഡിങ് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ, അക്കൗണ്ട് ബാലൻസ് ആൻഡ് സ്പെസിഫിക് അസഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് വേരിയസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലെവലിലും എന്ന് വെച്ചാൽ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലും, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ലെവലിലും, അക്കൗണ്ട് ബാലൻസ് ലെവലിലും, അതേമാതിരി തന്നെ ചില സ്പെസിഫിക് അസഷൻ ലെവലിലും എന്ന് വെച്ചാൽ ഒരു ഐറ്റം ആ ലെവലിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, ആ ലെവലിൽ എന്തുണ്ടാവും റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. There are number of assertions embedded in the management's representations about the financial statement, including those related to the recognition, measurement, presentation, disclosures of financial statements elements. അപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് എന്താണ് ഓഡിറ്റർ റെപ്രസെൻറ്റേഷൻ തരുമ്പം അതിലെന്തുണ്ടാവും, അതിൽ ഒരുപാട് അസേഷൻസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ആ ഒരു റെപ്രസെൻറ്റേഷനിൽ ഈ ഒരു അസേഷൻസ് ഇൻക്ലൂഡ് ആയിരിക്കും. സോ അതിലെന്താണ് ആ ഓരോ അസേഷൻസിൻ്റെ റെക്കഗ്നീഷൻ, എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തത്, എങ്ങനെയാണത് മെഷർ ചെയ്തത്, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്, എങ്ങനെയാണത് ഡിസ്ക്ലോസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു റെപ്രസെൻറ്റേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ നമ്മൾ അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. SA 315 categorizes types of assertions auditors consider to evaluate potential misstatements. അപ്പോൾ ഓരോ ടൈപ്പ് അസഷൻസ് എന്നാണ് SA 315. ഐഡൻറ്റിഫൈങ് ആൻഡ് അസസിങ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ് SA 315. അപ്പോൾ ഇതെന്താണ്, ഓരോ അസഷൻസിനെയും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ assertions about class of transactions and events, then assertions about account balance, then assertions about presentation and disclosures. അപ്പോൾ നമ്മളൊരു സാധനം നമ്മൾ വിറ്റു, സെയിൽ നടക്കുമ്പോൾ എൻട്രി എന്താണ് വരിക, ബാങ്ക് ഓർ ക്യാഷ് ഓർ ഡെറ്റർ ടു സെയിൽ, ഇതാണ് എൻട്രി വരിക. അപ്പോൾ ഇതാണെന്ത്, ട്രാൻസാക്ഷൻ ഓർ ഇവൻറ്റ്. നടന്നൊരു ട്രാൻസാക്ഷനോ ഇവൻറ്റോ ആണ് ഇത് നമ്മൾ ജേണൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് എന്ത് ചെയ്യും, നമ്മളിത് ലെഡ്ജറിലേക്ക് കൊടുക്കും. സെയിലിനൊരു ബാലൻസ് കൊടുക്കും, ബാങ്കിനൊരു ബാലൻസ് കൊടുക്കും നമ്മൾ. സോ ഇതിനെ നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റും. ഇതാണ് അതിൻ്റെ അക്കൗണ്ട് ബാലൻസ് വരിക. ഓരോ സെയിലിൻ്റെ അക്കൗണ്ട് ബാലൻസും അതേമാതിരി തന്നെ ബാങ്കിൻ്റെ അക്കൗണ്ട് ബാലൻസും നമ്മൾ എന്താണ് ലെഡ്ജറിൽ കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇയർ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാധനത്തിന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ മാറ്റും. സെയിൽസിനെ നമ്മൾ P&Lലേക്ക് കൊടുക്കും. നമ്മൾ സെയിൽസിനെ നമ്മളെന്താണ് P&Lലേക്ക് കൊടുക്കും. ആൻഡ് ബാങ്കിനെ നമ്മളെന്താണ് ബാലൻസ് ഷീറ്റിലേക്കും നമ്മൾ കൊടുക്കും. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പ്രസൻറ്റ് ചെയ്യും. ഇതാണ് പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലുമുള്ള അസഷൻസ് അതിനെയാണ് ഇവിടെ നമ്മൾ എന്താണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൻ്റെ അസഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് അസഷൻസ് അബൌട്ട് ക്ലാസസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഫോർ ദ പീരീഡ്. അപ്പോൾ ഈ ട്രാൻസാക്ഷനോ ഇവൻറ്റോ നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആദ്യം ഈ സംഭവം നടക്കണം. നമ്മളിപ്പോൾ സെയിൽസിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ സെയിൽ നടക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ജേർണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് എന്ത് വേണം, ഒക്യൂർ ചെയ്യണം സംഭവം. ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ആക്ച്വലി ഒക്യൂർഡ് ആൻഡ് പെർട്ടെയിൻ ടു ദ എൻറ്റിറ്റി. അപ്പോൾ നമ്മൾ ഓഡിറ്റർ എന്ന നിലയിൽ ഓഡിറ്റർ പോവുകയാണ്, ഓഡിറ്റർ ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു സെയിൽ നമ്മൾ നേരത്തെ കണ്ട ബാങ്ക് ടു സെയിൽസ് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, ഒക്യൂർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട സംഭവം. ദെൻ കംപ്ലീറ്റ്നെസ്.
നമ്മളിപ്പോൾ 100 രൂപയായിരിക്കും ചിലപ്പം അതിൽ ഇട്ട ജേണൽ എൻട്രി. അതേ എമൗണ്ടിനാണോ നമ്മൾ ആ സാധനം വിറ്റത് എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് തന്നെയാണോ, ആ എമൗണ്ട് തന്നെയാണോ സാധനം വിറ്റത് എന്നുള്ള കാര്യം നമ്മൾ എന്താണ് ഇൻവോയ്സ് നോക്കിയിട്ട് ഓഡിറ്റർ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓഡിറ്റ് എവിഡൻസ് നോക്കിയിട്ട് ഓഡിറ്റർ അത് ക്ലിയർ ചെയ്യേണ്ട സംഭവമാണ്. ഫസ്റ്റ് ഒക്യൂറൻസ് നോക്കണം, ദെൻ കംപ്ലീറ്റ്നെസ്, ദെൻ ആക്യുറസി. ആക്യുറേറ്റ് ആണോ, നമ്മൾ കംപ്ലീറ്റ്നെസ് വായിച്ചിട്ടല്ലോ. ഓൾ ട്രാൻസാക്ഷൻ ദാറ്റ് ഷുഡ് ഹാവ് ബീൻ റെക്കോർഡഡ് ആർ ഇൻഡീഡ് റെക്കോർഡഡ്. അപ്പോൾ എല്ലാം നടന്ന സംഭവം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യം നോക്കണം. ദെൻ എമൗണ്ട്സ് ആൻഡ് ഡാറ്റാസ് റിലേറ്റഡ് ടു ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഹാവ് ബീൻ റെക്കോർഡഡ് കറക്റ്റ്ലി. അപ്പോൾ നമ്മൾ നേരത്തെ ഇതാട്ടോ 100ൻ്റെ കേസ് വരുന്നത്. കംപ്ലീറ്റ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ ട്രാൻസാക്ഷൻസും, നമ്മളിപ്പോൾ സെയിൽസിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാ സെയിലും ആ ഒരു ഇയർ നടന്ന എല്ലാ സെയിൽസും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ആ ഒരു എസെഷൻ കംപ്ലീറ്റ് ആണോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അതിന് ശേഷമാണ് എന്ത് വരുന്നത്, ആക്യുറസി വരുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസിൻ്റെയും എമൗണ്ട് അല്ലെങ്കിൽ ഡാറ്റ റിലേറ്റഡ് ടു ദാറ്റ് റെക്കോർഡഡ് ട്രാൻസാക്ഷൻ ഓർ ഇവൻറ്റ്സ്, അതെന്താണ്, അത് കറക്റ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ കട്ട് ഓഫ്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ നമ്മളെന്താണ് 31 മാർച്ചിന് നടന്നത് നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിലും, അതേമാതിരി തന്നെ 1 ഏപ്രിൽ നടന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിനും, ഇങ്ങനത്തെ ഒരു കട്ട് ഓഫ് നമ്മളെന്താണ്, ഇങ്ങനത്തെ ഒരു സെപ്പറേഷൻ നമ്മൾ എൻട്രീസ് പ്രസൻറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ടോ. നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് ഇവിടെ സെയിൽസ് കൂട്ടി കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ഈ ഒരു 1-4 1 ഏപ്രിലുള്ള സാധനം നമ്മൾ ഈ 31ലേക്ക് തട്ടി. അപ്പോൾ എന്താണ്, ഈ ഒരു കൊല്ലം സെയിൽസ് കൂടി പ്രോഫിറ്റ് കൂടി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടുതൽ ഭംഗിയായി. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. സോ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് പീരീഡ്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ കറക്റ്റ് അക്കൗണ്ട്സ്. കറക്റ്റ് അക്കൗണ്ടിലായിട്ടാണോ ഈ ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും കാണിച്ചിട്ടുള്ളത് എന്നുകൂടി ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. നമ്മളൊരു സാധനം വിറ്റു, അപ്പോൾ നമ്മളെന്താണ് ബാങ്ക് ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് പകരം നമ്മളെന്താണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനേ മാറിപ്പോയി, സാധനം നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇവിടെ എന്താണ്, ഇത് നമ്മൾ പർച്ചേസ് റിട്ടേൺ, നമ്മൾ വാങ്ങിയ സാധനം നമ്മൾ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് പൈസ കിട്ടിയായി ഇതിൻ്റെ മീനിങ്. സോ ക്ലാസിഫിക്കേഷൻ മാറിയ ഈ ഒരു സാധനത്തിൻ്റെ ഒരു ട്രാൻസാക്ഷൻ്റെ മീനിങ് തന്നെ മാറിപ്പോയി. നമ്മൾ വിറ്റ സാധനം നമ്മൾ തിരിച്ചു കൊടുത്ത മാതിരിയായി ഇവിടെ എന്ത് വന്നത് കാണിക്കുന്നത്. സോ ക്ലാസിഫിക്കേഷൻ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് റെക്കോർഡഡ് ഇൻ ദ കറക്റ്റ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഓക്കെ, സോ അതാണെന്ത് അസെഷൻസ് റിലേറ്റഡ് ടു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ എന്താണ്, സോ 5 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒക്യൂറൻസ്, കംപ്ലീറ്റ്നെസ്, ആക്യുറസി, കട്ട് ഓഫ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസിലേക്ക് പോകാം. നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റിട്ടോ. അപ്പോൾ സെയിൽസ് ടു ബാങ്ക് നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റി. ഇനി നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടത് നോക്കാം. സോ അസെഷൻസ് അബൌട്ട് അക്കൗണ്ട് ബാലൻസസ്. ഫസ്റ്റ്, എക്സിസ്റ്റൻസ്. അസെറ്റ്സ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് ആക്ച്വലി എക്സിസ്റ്റ് അറ്റ് ദ പീരീഡ് എൻഡ്. അപ്പോൾ ആ ഒരു പീരീഡ് എൻഡ് നമ്മളിപ്പോൾ ഒരു ലെഡ്ജർ ബാലൻസ് ചെയ്താണ്ടാവുക, ബാങ്കിനാണ് ആ ഒരു ലെഡ്ജർ ബാലൻസ് ഉണ്ടാവുക. അതേമാതിരി തന്നെ സെയിൽസിനും എന്തുണ്ടാവും, ബാലൻസ് ഉണ്ടാവും. നമ്മൾ എന്ത് നോക്കണം, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇത്രയും സെയിൽസ് ശരിക്കും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യത്തിൽ നോക്കി രണ്ടാമത്തേത് നോക്കണം. സോ എക്സിസ്റ്റൻസ് ആണ് ഫസ്റ്റ് നോക്കേണ്ടത്. ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സാധനം, ഈ ഒരു ബാങ്ക് ബാലൻസ് നമുക്ക് ശരിക്കും ഉണ്ടോ. നമ്മൾ ഇത്രയും സെയിൽസ് നടത്തി, അത് നമ്മൾ നോക്കി, ആ എൻട്രീസ് നമ്മൾ വെരിഫൈ ചെയ്ത്, നമ്മൾ ഫസ്റ്റ് എന്താണ് ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും നമ്മൾ അസെഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി, എല്ലാം കംപ്ലീറ്റ് ആണ്, എല്ലാം പ്രോപ്പർ ആണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാങ്ക് ബാലൻസ് ഇത് ഉണ്ടോ, അവിടെ ഉണ്ടോ, ഇപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. നമ്മൾ ആ സാധനം വെരിഫൈ ചെയ്തു. അപ്പോൾ നമ്മളെന്താണ് 100 രൂപ അവിടെ റെക്കോർഡ് ചെയ്ത്, ഈ 100 രൂപ അവിടെ ബുക്കിൽ കിടക്കുന്നുണ്ടോ, നമുക്ക് കിട്ടിയ മാതിരി കിടക്കുന്നുണ്ടോ, ബാങ്കിൽ ആ പൈസ കിടക്കുന്നുണ്ടോ ഉള്ള കാര്യം, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. Then rights and obligation. The entity holds and controls rights to assets and liabilities are obligations of the entity. അപ്പോൾ ഈ ഒരു ബാങ്ക്
അതിലെന്താണ് 100 രൂപ കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സാധനം വിറ്റതിൻ്റെ ഇത് നമുക്ക് കിട്ടാനുള്ള എമൗണ്ടാണ്, നമ്മളുടെ റൈറ്റാണ്. ബാങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന നമ്മളുടെ എമൗണ്ടാണിത്. സോ ഇത് അങ്ങനെ തന്നെയാണോ, നമ്മളുടെ റൈറ്റായിട്ട് തന്നെയാണോ കിടക്കുന്നത്, ശരിക്കും ഇത് റൈറ്റ് തന്നെയാണോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ കംപ്ലീറ്റ്നെസ്. ഇവിടെ എന്തുണ്ട്, കംപ്ലീറ്റ്നെസ് ഉണ്ട്. ഓൾ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ റെക്കോർഡഡ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ നമ്മൾ ജേണൽ ചെയ്തു, ആ സാധനം തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ, ലെഡ്ജറിലേക്ക് വന്നിട്ടുണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ, അത് അവിടെയും വേണം ഇവിടെയും വേണം. നമ്മൾ പഴയ ബുക്ക് കീപ്പിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ പണ്ടത്തെ നമ്മൾ ജസ്റ്റ് ബുക്കിൽ ചെയ്യുന്ന സംഭവം മാത്രമാണ്, നമ്മൾ സോഫ്റ്റ്വെയർ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ജേണലുകൾ ഫുൾ എഴുതി വെച്ച് ആ ജേണലിൽ വന്ന എല്ലാ ഐറ്റംസും നമ്മളെ ലെഡ്ജറിലേക്ക് വന്നിട്ടുണ്ടോ, അത് കംപ്ലീറ്റ് ആണോ എന്നുള്ള കാര്യം, അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് എല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് അത് ഉണ്ടോ എന്നുള്ള കാര്യം, ആക്ച്വലി അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇപ്പോഴും നമ്മളെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ ആരെങ്കിലും കട്ടുകൊണ്ടുപോയിട്ടോ, ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ, ആരെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ അത് നോക്കണം. ദെൻ അതിൻ്റെ റൈറ്റ് നമ്മുടെ അടുത്താണോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ കംപ്ലീറ്റ്നെസ്, അത് കംപ്ലീറ്റ് ആയിട്ട് ആ ജേണലിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ, ലെഡ്ജറിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ വാല്യുവേഷൻ ആൻഡ് അലോക്കേഷൻ. അപ്പോൾ ഈ അസറ്റും ലയബിലിറ്റിയും ഇക്വിറ്റി ഇൻട്രസ്റ്റും ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ് അപ്രോപ്രിയേറ്റ് എമൗണ്ട് ആൻഡ് എനി റിസൾട്ടിംഗ് വാല്യുവേഷൻ ഓർ അലോക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് കറക്റ്റ്ലി. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ ഒരു അസറ്റും ലയബിലിറ്റിയും ഇക്വിറ്റി ഇൻട്രസ്റ്റും എന്താണ് അപ്രോപ്രിയേറ്റ് എമൗണ്ടിലാണോ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കണം. അതേമാതിരി തന്നെ എന്തെങ്കിലും വാല്യുവേഷൻ നടത്താനുണ്ടോ, അതേമാതിരി തന്നെ അലോക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അത് പ്രോപ്പറായ രീതിയിൽ എന്താണ് കറക്റ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി ഓഡിറ്റർ ചെക്ക് ചെയ്യണം. സോ വാല്യുവേഷൻ ആൻഡ് അലോക്കേഷനും കൂടി ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ ആ 4 കാര്യങ്ങളാണ് എന്തിലുള്ളത്, അക്കൗണ്ട് ബാലൻസിലുള്ളത്. ഒന്നെന്ന് വെച്ചാൽ എക്സിസ്റ്റൻസ്, രണ്ടാമത്തത് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, തേർഡ് കംപ്ലീറ്റ്നെസ് ആൻഡ് ഫോർത്ത് വൺ എന്ന് വെച്ചാൽ എന്തായിരുന്നു, വാല്യുവേഷൻ ആൻഡ് അലോക്കേഷൻ. സോ അടുത്തതെന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. അപ്പോൾ നമ്മൾ ജേണൽ എഴുതി, അത് കഴിഞ്ഞിട്ട് ലെഡ്ജറിലേക്ക് കൊണ്ടുവന്നു, ഇനി എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടതെന്നാണ്, ഇപ്പോൾ ഒരു ഓഡിറ്റർ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ അസഷൻസ് അബൌട്ട് പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. ഇവിടെ എന്തുണ്ട്, ഒക്യുറൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ നടന്നിട്ടുണ്ടോ നോക്കണം, അതിൻ്റെ റൈറ്റും ഒബ്ലിഗേഷനും പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം നോക്കണം. ഡിസ്ക്ലോസ്ഡ് ഇവൻറ്റ്സ്, ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ മാറ്റേഴ്സ് ഹാവ് ഒക്യൂർഡ് ആൻഡ് പെർട്ടൈൻ ടു ദ എൻറ്റിറ്റി. അപ്പോൾ ആ ഒരു ഇവൻറ്റോ ട്രാൻസാക്ഷനോ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതേമാതിരി തന്നെ ആ ഇവൻറ്റും ട്രാൻസാക്ഷനും എൻറ്റിറ്റി റിലേറ്റഡ് ആണെന്ന് വെച്ചാൽ എൻറ്റിറ്റീൻ്റെ ഒബ്ലിഗേഷനിലോ അല്ലെങ്കിൽ റൈറ്റിലോ വരുന്ന ഒരു ഐറ്റം ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മളൊരു അസറ്റ് കണ്ടു, നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് കണ്ടു. ഈ ഒരു അസറ്റ് എന്താണ്, ലീസിനെടുത്തതാണോ അല്ലെങ്കിൽ വേറെ നമ്മൾ ശരിക്കും ഓൺ ചെയ്യുന്ന അസറ്റാണോ എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ അവിടെ വരണം. സോ ആ കാര്യം എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ആ പ്രകാരമൊക്കെ ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടതാണ്. ആ ഒരു പ്രോപ്പർ രീതിയിലാണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ കംപ്ലീറ്റ്നെസ്. അപ്പോൾ ലെഡ്ജറിലുള്ള എല്ലാ ഐറ്റംസും ഇതിലേക്ക് വന്നിട്ടുണ്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടോ നോക്കണം. ഓൾ ഡിസ്ക്ലോഷേഴ്സ് ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാവ് ബീൻ പ്രോപ്പർലി റെക്കോർഡഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജേണലിലെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ആ ജേണലുള്ള ഫുള്ള് ലെഡ്ജറിലേക്ക് വന്നിട്ടുണ്ടോ നോക്കണം. അത് കഴിഞ്ഞിട്ട് എന്തിലേക്കും നോക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്കും വന്നിട്ടുണ്ടോ നോക്കണം. സോ സെക്കൻഡ് വൺ ഈസ് കംപ്ലീറ്റ്നെസ്. ദെൻ തേർഡ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസിനെ നമ്മൾ എന്തിലേക്ക് മാറ്റും, P&Lലേക്ക് മാറ്റും. ബാങ്കിന് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും, നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കും മാറ്റും. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ക്ലാസിഫിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഈസ് അപ്രോപ്രിയേറ്റ്ലി പ്രസൻറ്റഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് ആർ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ദെൻ ആക്യുറസി ആൻഡ് വാല്യുവേഷൻ. ഫിനാൻഷ്യൽ ആൻഡ് അതർ ഇൻഫോർമേഷൻസ് ആർ ഡിസ്ക്ലോസ്ഡ് ഫെയർലി ആൻഡ് അറ്റ് അപ്രോപ്രിയേറ്റ് എമൗണ്ട്. അപ്പോൾ എല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എമൗണ്ട്, ആക്യുറേറ്റ് ആയിട്ടാണ്. നമ്മൾ ജേണലിൽ എന്താണ് 100 കാണിച്ച്, ലെഡ്ജറിൽ 10 കാണിച്ച്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 രൂപ, ഇങ്ങനെ ആവരുത്. എല്ലാത്തിലും എന്ത് വരണം, 100 രൂപയായിട്ട് തന്നെ വരണം. ഓക്കെ, സോ ഇതാണ് അസഷൻസ് അബൌട്ട് പ്രസൻറ്റേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ്, ഒക്യുറൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസും പിന്നെ
കംപ്ലീറ്റ്നെസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി, ദെൻ അക്യുറസി ആൻഡ് വാല്യുവേഷൻ. ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. Assessment of material misstatement risk. Auditors are required to assess the risk of material misstatement at 2 levels. അപ്പോൾ 2 ലെവലിലാണ് ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത്, ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അസസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് ആ 2 ലെവൽ എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ. ഫസ്റ്റ് ലെവൽ എന്താണ്, ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ. This refers to the risk that related to the financial statement as a whole and can impact many assertions. അപ്പോൾ നമ്മൾ നേരത്തെ അസഷൻസ് നമ്മൾ പഠിച്ചു. നമ്മളെന്താണ് 3 രീതിയിൽ അസഷൻസ് പഠിച്ചു. 3 കാറ്റഗറിയിൽ അസഷൻസ് പഠിച്ചു. ആ അസഷൻസിനെ എഫക്റ്റ് ചെയ്താൽ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ മൊത്തമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. സോ ആ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് ഫസ്റ്റ് എന്താണ് ഓഡിറ്റർ ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അസസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ടോപ്പ് accountant lacks competence, it may lead to error across multiple account balances and assertions. അപ്പോൾ എന്താണ്, ടോപ്പ് അക്കൗണ്ടൻറ്റ് അത്ര ഒരു കഴിവില്ലാത്ത ആളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ജേണലിൽ 100 രൂപ, ലെഡ്ജറിൽ 1 രൂപ, 10 രൂപ നമ്മളുടെ FSലേക്ക് വരുമ്പോഴേക്കും 1 രൂപ ആയാൽ അവിടെ എന്താണ്, ഇത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് ആദ്യം ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത്, ഇത് അസസ് ചെയ്യേണ്ടത്. ദെൻ സ്പെസിഫിക് അസഷൻ ലെവൽ, ഓരോ അസഷൻ ലെവലിലേക്കും ഓഡിറ്റർ പിന്നെ മാറണം. ദിസ് പെർട്ടൈൻ ടു ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ അസഷൻസ് ഫോർ ഈച്ച് അക്കൗണ്ട് ബാലൻസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓർ ഡിസ്ക്ലോഷേഴ്സ്. ആൻ അസസ്മെൻറ്റ് ഓഫ് റിസ്ക് ഹൈ, മോഡറേറ്റ് ആൻഡ് ലോ ഷുഡ് ബി മെയ്ഡ് ഫോർ ഈച്ച് അസഷൻസ്, കംപ്ലീറ്റ്നെസ്, എക്സിസ്റ്റൻസ്, ആക്യുറസി ആൻഡ് വാല്യുവേഷൻ. അപ്പോൾ നമ്മൾ നോക്കിയാണ് ഇപ്പോൾ. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഓഡിറ്റർ ഫസ്റ്റ് തന്നെ ഓഡിറ്റർ ഒരു സ്ഥാപനത്തിലേക്ക് പോവുകയാണ് ഓഡിറ്റ് ചെയ്യാൻ. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റ് ഓഡിറ്ററിന് ഫസ്റ്റ് തന്നെ അവർ എന്ത് പ്രസൻറ്റ് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ട ജോലി മാനേജ്മെൻറ്റിൻ്റെതാണ്, ഓഡിറ്ററിൻ്റെതല്ല. അത് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. സോ അപ്പോൾ ഓഡിറ്റർ ഫസ്റ്റ് തന്നെ ചെല്ലുന്ന സമയത്ത് അപ്പോൾ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഓഡിറ്ററിന് ഇവർ എന്ത് പ്രസൻറ്റ് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓവറോൾ ആയിട്ട് എന്ത് ചെയ്യും, ഓഡിറ്റർ ചെക്ക് ചെയ്തിട്ട് അതിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കും. അതിന് ശേഷമാണ് ഓരോ സ്പെസിഫിക് അസഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഫസ്റ്റ് എന്താണ് ജേണൽ, ലെഡ്ജർ, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഉള്ളിലേക്ക് പോയിട്ട് എന്താണ് ഓരോ അസഷനും ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ, ദെൻ സ്പെസിഫിക് അസഷൻ ലെവൽ. ഇങ്ങനെയാണ് ഓഡിറ്റർ അസസ് ചെയ്യേണ്ടത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. For instance, while assessing the valuation assertions, an auditor might find the risk of error in payables to be low. In contrast, for inventory affected by obsolescence, the valuation risk might be assessed as high. Similarly, completeness risk for inventory may be low but high for sales. അപ്പോൾ നമ്മൾ ഈ ഓരോ അസഷൻസിൻ്റെയും വാല്യുവേഷൻ്റെ ബേസിൽ നമ്മൾ ഓരോ അസഷൻസും നമ്മൾ അസസ് ചെയ്യുമ്പോൾ എന്താണ് ഓരോ രീതിയിൽ, ഇപ്പോൾ ഓരോ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞല്ലോ. ചിലപ്പോൾ എന്താണ് പേയബിൾസ് ലോ ആയിരിക്കാം, നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ ചിലപ്പോൾ 1000 രൂപ കൊടുക്കാണ്ട്, പക്ഷേ നമ്മൾ ബുക്കിൽ മിസ്റ്റേക്കിൽ 100 രൂപ മാത്രമേ കാണിച്ചിട്ടുണ്ടാവുക. ഇത് റിസ്ക്കാണ്. നമ്മളെന്താണ് ഇൻവെൻട്രീൻ്റെ വാല്യൂ കുറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു ഗൂഗിൾ അസിസ്റ്റൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ഇൻവെൻട്രീൻ്റെ വാല്യൂ കുറഞ്ഞു, അത് വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് എന്താണ് അതിലും റിസ്ക് വരാം. ഹൈ ആയിട്ട് നമ്മൾ കാണിക്കുന്ന രീതിയിലാവാം. ഗൂഗിൾ ഹൈ രീതിയിലാണ് കാണിക്കുന്നത്, കാരണം അവർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ടില്ല. സിമിലർലി കംപ്ലീറ്റ്നെസ് ഓഫ് റിസ്ക് ഓഫ് ഇൻവെൻട്രി മേ ബി ലോ ബട്ട് സെയിൽസ് കൂടാനും ചാൻസ് ഉണ്ട്. ഇൻവെൻട്രീൻ്റെ കംപ്ലീറ്റ്നെസ് കുറയാനും അതിൻ്റെ റിസ്ക് കുറയാനും, പക്ഷേ സെയിൽസിൻ്റെ റിസ്ക് കൂടാനും. ഇങ്ങനെ ഓരോ രീതിയിലും വാല്യുവേഷൻ്റെ അസസ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. The difference between the assessing risk at overall financial statement level and assession level can critical for audit planning and execution. അപ്പോൾ ഓഡിറ്റ് പ്ലാനിങ്ങിനും എക്സിക്യൂഷനും എന്താണ്, ഇത് ക്രിട്ടിക്കലാണ്. നെക്സ്റ്റ് സ്റ്റെപ്സ് ഫോർ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു എഫക്റ്റീവ്ലി ഐഡൻറ്റിഫൈ റിസ്ക്, ഓഡിറ്റർ ഷുഡ്, അപ്പോൾ ഓഡിറ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ അസസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഈച്ച് ഐഡൻറ്റിഫൈഡ് റിസ്ക്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഓരോ റിസ്കിൻ്റെയും സിഗ്നിഫിക്കൻസ് ഓഡിറ്റർ അസസ് ചെയ്യണം. ആൻഡ് ദ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്സ് ഒക്യുറൻസ്,
അഡ്ജസ്റ്റിംഗ് മെറ്റീരിയാലിറ്റി ഫോർ സ്പെസിഫിക് അക്കൗണ്ട് ബാലൻസ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഈ ഒരു നമ്മളൊരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തു, അത് ഉണ്ടായാൽ, അത് ഒക്യൂർ ചെയ്താൽ, ആ ഒരു റിസ്ക് ഒക്യൂർ ചെയ്താലുള്ളൊരു പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് നമ്മളെന്താണ് ഓഡിറ്റർ അസസ് ചെയ്യണം. അതേമാതിരി തന്നെ ഓരോ അക്കൗണ്ട് ബാലൻസിനും അനുസരിച്ചിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, മെറ്റീരിയാലിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം. ചിലതിന് മെറ്റീരിയാലിറ്റി കൂട്ടണം, ചിലതിന് കുറയ്ക്കണം. സോ ഈ രീതിയിൽ ഓരോ ഐഡൻറ്റിഫൈ ചെയ്ത റിസ്ക്കും അതിൻ്റെ സിഗ്നിഫിക്കൻസ് അസസ് ചെയ്തിട്ട് വേണം ഓഡിറ്റർ ഫസ്റ്റ് ചെയ്യാൻ. ദെൻ ഡിറ്റർമൈൻ ദ ലൈക്ലിഹുഡ് ഓഫ് ഈച്ച് അസസ്ഡ് റിസ്ക്. അപ്പോൾ നമ്മൾ അസസ് ചെയ്ത് ഒരു റിസ്ക് അസസ് ചെയ്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു സെയിൽസ് എന്താണ് 100 രൂപ ഉള്ളത് 10 രൂപയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ റെക്കോർഡ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നോക്കിയപ്പോൾ പിന്നെയും വേറൊരു സെയിൽസും ഇതേമാതിരി 10 രൂപയിലേക്ക് മാറി. പിന്നെയും നോക്കിയപ്പോൾ പിന്നെയും വേറൊരു ട്രാൻസാക്ഷനിലും ഇതേമാതിരി തന്നെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ഈ അസസ് ചെയ്തിട്ടുള്ള റിസ്ക് ഒക്യൂർ ചെയ്യാൻ അത് പിന്നെയും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ള കാര്യം ഓഡിറ്റർ മനസ്സിലായി. സോ ഒക്യൂറിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഓഡിറ്റ് പ്രൊസീജിയർ, അതേമാതിരി തന്നെ അതിൻ്റെ ഓഡിറ്റ് പ്രൊസീജിയറുള്ള ഇമ്പാക്റ്റും. അപ്പോൾ നമ്മളെന്താണ് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മളെന്താണ് കൂടുതൽ സാമ്പിൾസ് എടുത്ത് നമ്മൾ ചെയ്യണം. സോ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനും അവിടെ മാറ്റം വന്നു. ദെൻ ഡോക്യുമെൻറ്റ് ഓൾ അസഷൻസ് എഫക്റ്റഡ് ബൈ ഐഡൻറ്റിഫൈഡ് റിസ്ക് ആൻഡ് കൺസിഡർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഈച്ച് വൺ. അപ്പോൾ ഈ ഒരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇതാണ് സെയിൽസിലാണ് ഈ റിസ്ക് നമ്മൾ കൂടുതലുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞ സെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു അസഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. എഫക്റ്റഡ് ബൈ ദ ഐഡൻറ്റിഫൈഡ് റിസ്ക്, ഇതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത റിസ്ക്. സോ ഈ ഒരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തതിലാണ് സെയിൽസിലാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ നമ്മൾ സെയിൽസ് എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. റിവ്യൂ ഹൗ റിസ്ക് ഇമ്പാക്റ്റ് അസഷൻ. അപ്പോൾ ഈ ഒരു റിസ്ക് എങ്ങനെയാണ് അസഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇവിടെ സെയിൽസ് കുറയാണ് ചെയ്യുന്നത്, സെയിൽസ് അണ്ടർ വാല്യൂ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിസ്ക് കാരണം. അങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ അത് നമ്മൾ റിവ്യൂ ചെയ്യണം. എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. റിലേറ്റഡ് ടു ദ കംപ്ലീറ്റ്നെസ്, എക്സിസ്റ്റൻസ്, അക്യുറസി, വാലിഡിറ്റി, വാല്യുവേഷനെയാണ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടില്ല. പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് 100 രൂപ ഉള്ളത് എന്താണ് 10 രൂപ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ അത് നമ്മളെ വാല്യുവേഷനെ എഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് പ്രസൻറ്റേഷൻ ഫോർ ഈച്ച് റിലവൻറ്റ് അക്കൗണ്ട് ബാലൻസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. സോ അക്യുറസി, വാലിഡിറ്റി, വാല്യുവേഷനൊക്കെ നമ്മളെന്താണ് നമ്മൾ അസഷൻസിൽ നമ്മൾ കണ്ടതാണ് അതിൽ നോക്കിയപ്പോൾ. Then identifying significant risk that warrant separate attention. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചില റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതെന്താണ് അതിന് സെപ്പറേറ്റ് അറ്റൻഷൻ വേണ്ടത്. ആൻഡ് എസ്റ്റാബ്ലിഷ് എ പ്ലാൻഡ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഡയറക്ട്ലി അഡ്രസ് ദീസ് റിസ്ക്. അപ്പോൾ ചില റിസ്ക്കുകൾ എന്താണ് വളരെ ക്രൂഷ്യലായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ ഈ ഒരു 100 രൂപ 10 രൂപയായിട്ട് ആക്കുന്നത് കുറേ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് ഓഡിറ്റർ ഒരു സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓഡിറ്റർ അത് സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓഡിറ്റർ എന്താണ് അതിനനുസരിച്ചിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യണം. എങ്ങനെ വേണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ദെൻ എൻഗേജ് വിത്ത് മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിന്നിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ ഒരു റിസ്ക് അസസ്മെൻറ്റ് നടത്തണം. ടു അണ്ടർസ്റ്റാൻഡ് ദെയർ പേഴ്സ്പെക്റ്റീവ് ഓൺ ദ റിസ്ക് ആൻഡ് ഡോക്യുമെൻറ്റ് ദെയർ റെസ്പോൺസസ് ഫോർ ലേറ്റർ റിവ്യൂ. അപ്പോൾ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, ഈ ഒരു റിസ്കിനെ കുറിച്ചുള്ള അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവും അതേമാതിരി തന്നെ അവരുടെ റെസ്പോൺസും ഓഡിറ്റർ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. അനലൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ എഫക്റ്റീവ് ആണോ, കൺട്രോൾ റിസ്ക് നോക്കാനാട്ടോ. കൺട്രോൾ റിസ്ക് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ എഫക്റ്റീവ് ആണോ എന്ന് ഓഡിറ്റർ അനലൈസ് ചെയ്യണം. സിസ്റ്റം ഇറ്റ് മിറ്റിഗേറ്റിംഗ് ഐഡൻറ്റിഫൈഡ് റിസ്ക് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് controls are routine or periodic review and designed to either prevent or detect and correct errors. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ എഫക്റ്റീവ്നെസ് അനലൈസ് ചെയ്തിട്ട് എന്ത് നോക്കണം, ഇത് റുട്ടീനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത റിസ്ക്കുകൾ ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റുട്ടീനായിട്ട് ഇത് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ റുട്ടീനായിട്ടോ അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ടോ ചെക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനാണോ, ഡിറ്റക്റ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനാണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ ഡിസൈൻ ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ ഇതും ആ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മാനുവൽ ഓർ ഓട്ടോമേറ്റഡ് പ്രോസസ് വിച്ച് ഇമ്പാക്ട് ദർ റിലയബിലിറ്റി. അപ്പോൾ മാനുവൽ ആയിട്ടാണോ കൺട്രോൾ ഉള്ളത്, ഓട്ടോമേറ്റഡ് ആയിട്ടാണോ കൺട്രോൾ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ നോക്കണം. അത് അതിൻ്റെ റിലയബിലിറ്റിനെ എന്ത് ചെയ്യും, ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ ചില പ്രോസസ്സുകൾക്ക് ഓട്ടോമേറ്റഡ് ആണെങ്കിൽ അതാണ് കൂടുതൽ സ്യൂട്ടബിൾ, ചില ഇതിനെന്താണ് മാനുവലാണ് സ്യൂട്ടബിൾ. അപ്പോൾ അതനുസരിച്ചിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം,
ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ കൺസിഡർ എനി യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിസ്ക് ഐഡൻറ്റിഫൈഡ് സച്ച് ആസ് ഹൈ വാല്യൂ ഇൻവെൻട്രി ഓർ കോംപ്ലക്സ് കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ലൈക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഒന്നെങ്കിൽ ഹൈ വാല്യൂ ഓഫ് ഇൻവെൻട്രി, ഭയങ്കര ഹൈ വാല്യൂ ഇൻവെൻട്രിയും അതേമാതിരി തന്നെ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺട്രാക്റ്റ്. സോ ഇങ്ങനെയുള്ള റിസ്ക്കുകൾ ഓഡിറ്റർ യുണീക്ക് ആയിട്ടുള്ള റിസ്ക്കുകൾ ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കാര്യം കൂടി ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഇങ്ങനെ വേണം എന്താണ്, ഇതൊക്കെയാണ് ഒരു റിസ്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ട സ്റ്റെപ്പുകൾ. ഓക്കെ, പോസിബിൾ പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, നമുക്ക് മനസ്സിലാക്കാൻ കുറേ സാഹചര്യങ്ങളുണ്ടാവും. സോ അങ്ങനത്തെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് മേ ഇൻക്ലൂഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ കംപ്ലീറ്റ്നെസ്, എക്സിസ്റ്റൻസ്, റെക്കോർഡിംഗ് ആൻഡ് കട്ട് ഓഫ് എറർ. അപ്പോൾ ഒന്നിൻ്റെ കംപ്ലീറ്റ്നെസ്സിനെ കുറിച്ചിട്ടോ അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടോ അതിൻ്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചിട്ടോ ഈ 4 രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഓരോ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുക. എന്തിനെ കുറിച്ചിട്ട്, ഈ മിസ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഈ 4 രീതിയിലാണ് കിട്ടുക. കംപ്ലീറ്റ്നെസ് വെച്ചാൽ ട്രാൻസാക്ഷൻസ് നോട്ട് ഐഡൻറ്റിഫൈഡ് ഓർ റെക്കോർഡഡ് ഡ്യൂ ടു ഓവർ സൈറ്റ്. എന്താണ്, നമ്മൾ ഈ അക്കൗണ്ടൻസ് എന്താണ് അവർ ശ്രദ്ധിക്കാതെ ചില ട്രാൻസാക്ഷൻസ് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാണ്ട് പോവുകയാണ്. നമ്മൾ വൗച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഡോക്യുമെൻറ്റ് നമ്മളിങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോൾ ഓരോ ഡോക്യുമെൻറ്റ് നോക്കുമ്പോൾ ഒരു ഡോക്യുമെൻറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജേർണൽ എൻട്രി നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അവിടെ എറർ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതിൻ്റെ ഒരു മെറ്റീരിയാലിറ്റി, ആ എററിൻ്റെ മെറ്റീരിയാലിറ്റിയും അതിൻ്റെ നമ്പർ ഓഫ് എററും ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക, അവിടെ മിസ്റ്റേറ്റ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ഫസ്റ്റ് കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്യുക. നമ്മൾ വൗച്ചിങ്ങിലാണ് ഈ കംപ്ലീറ്റ്നെസ് നമ്മൾ നോക്കുക. ഓക്കെ, ദെൻ എക്സിസ്റ്റൻസ്, ഫിക്റ്റീഷ്യസ് ഓർ അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ചില ട്രാൻസാക്ഷൻ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിയ സമയത്ത് ഈ ഒരു ട്രാൻസാക്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ എവിഡൻസ് ചോദിച്ചു, അതിൻ്റെ പ്രൂഫ് ചോദിച്ചു, അവർ തന്നു. ഈ ട്രാൻസാക്ഷൻ നോക്കി, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് വന്നു. ഈ ട്രാൻസാക്ഷൻ നോക്കി അതിൻ്റെ പ്രൂഫ് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് തരാനില്ല, അവർക്ക് എന്താണ് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഇല്ല. അപ്പോൾ അതിൻ്റെ എക്സിസ്റ്റൻസ് എന്താണ്, അതിൻ്റെ എക്സിസ്റ്റൻസിന് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് മിസ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫിക്റ്റീഷ്യസ് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനും എന്തുണ്ടാവില്ല, പ്രൂഫ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളെന്താണ് ഈ ഒരു സാധനത്തിന് ഈ ഒരു ട്രാൻസാക്ഷൻ അവർ പ്രൂഫ് തന്നു, പക്ഷേ അതിലെന്തില്ല, അതിൽ മാനേജറിൻ്റെ സിഗ്നേച്ചർ അതിലില്ല. സോ അപ്പോൾ നമ്മൾ മാനേജറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സിഗ്നേച്ചർ ഈ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു, ഈ ഡോക്യുമെൻറ്റ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ സിഗ്നേച്ചർ ഇല്ലാത്തത്. ഞാൻ എൻ്റെ വഴി പോകുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിലും എന്തുണ്ടാവും, എൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇതൊരു മേജർ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഐറ്റം എന്തല്ല, അൺഓതറൈസ്ഡ് ആണ്. സോ അതിൻ്റെ എക്സിസ്റ്റൻസ് എന്താണ്, ഫോർജ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കി, മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ റെക്കോർഡിംഗ്, സോഴ്സ് ഡോക്യുമെൻറ്റ് നോട്ട് ആക്യുറേറ്റ്ലി റെപ്രസെൻറ്റിംഗ് ദ ട്രാൻസാക്ഷൻ. സെയിം സിറ്റുവേഷൻ അല്ല, ഇതേ സിറ്റുവേഷൻ തന്നെ. ഇവിടെ സിഗ്നേച്ചർ അല്ല, അവരെന്ത് പ്രസൻറ്റ് ചെയ്തു, ഒരു ഡോക്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്തു, അവിടെ എന്തുണ്ട്, അവിടെ സൈനുണ്ട്, നോ ഇഷ്യൂ. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്തുള്ളത് ഇത് 100 രൂപ, 100 അല്ലെങ്കിൽ 100 കോടി, ഇതെന്താണ്, ഇത് 10 കോടി. ഈ ഡോക്യുമെൻ്റ് ആക്കുള്ളത് 10 കോടിക്കുമാണ്, പക്ഷേ റെക്കോർഡ് ചെയ്തത് 100 കോടിക്കുമാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ അതിൻ്റെ മ്യൂച്വൽ ഫണ്ട് സർട്ടിഫിക്കറ്റിലാകുന്നത് 10 കോടിയുള്ളൂ, പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്തത് 100 കോടിയും. സോ അവിടെ എന്താണ്, ഇൻആക്യുറേറ്റ് ആയിട്ടാണ്, നോട്ട് ആക്യുറേറ്റ്. സോഴ്സ് ഡോക്യുമെൻറ്റ് ഈ ഒരു ട്രാൻസാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്യുറേറ്റ് ആയിട്ടല്ല. ഈ സിറ്റുവേഷൻ ഇങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാവും, മിസ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. ദെൻ കട്ട് ഓഫ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ റോങ് അക്കൗണ്ടിങ് പീരീഡ് ലീഡിങ് ടു ഇൻആക്യുറേറ്റ്. ഇതേ സെയിം സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. അവർ നമുക്ക് ഡോക്യുമെൻറ്റ് തന്നു, എല്ലാം കറക്റ്റ്, 100 ഇവിടെ 100, സിഗ്നേച്ചറും ഉണ്ട്, സൈനും ഉണ്ട്, പക്ഷെ എന്തില്ല, ഇതിൻ്റെ ഡേറ്റ് വെച്ചാൽ 1/4 ഇത് 31ൻ്റെ കാര്യമാണ്, 31/3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ 1/4 ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ
1.4 വേണ്ട, കുറച്ചും കൂടി ബാക്കോട്ടാക്കാം. 1.5 1.5 ഡോക്യുമെൻ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റും അല്ല, ഇതൊരു ട്രാൻസാക്ഷനാണെന്ന് വെക്കുക. 1.5 നടന്ന ട്രാൻസാക്ഷനാണ്. അപ്പോൾ എന്താണ്, അപ്പോഴും ഇതൊരു കട്ട് ഓഫ് പീരീഡ് അല്ല. നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഈ കൊല്ലം നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവന്നു, കഴിഞ്ഞ കൊല്ലത്തിലേക്ക് കൊണ്ടുവന്നു. സോ അതും എന്താണ്, അപ്പോഴും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, മിസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഇംപ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ നോട്ട് റെക്കോർഡഡ് ഇൻ സബ്സിഡറി ലെഡ്ജേഴ്സ് ക്യാൻ ഇൻഡിക്കേറ്റ് പൊട്ടൻഷ്യൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതും ഈ ഒരു സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്താണ്, ഇംപ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തോ അല്ലെങ്കിൽ സബ്സിഡറി ലെഡ്ജേഴ്സിൽ റെക്കോർഡ് ചെയ്യാത്തതോ എന്ന് വെച്ചാൽ നമ്മളെന്താണ് സെയിൽസ് ടു ഡെറ്റർ ടു സെയിൽസ് എന്നുള്ള എൻട്രിയിൽ സെയിൽസിലേക്ക് എമൗണ്ട് പോയി, പക്ഷേ ഡെറ്ററിലേക്ക് എന്ത് പോയില്ല, എമൗണ്ട് പോയില്ല. ഇങ്ങനെ ഈ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് പ്രകാരം സബ്സിഡറി ലെഡ്ജറിലേക്ക് പോകാത്തതോ എന്താണ്, ഈ ഒരു പൊട്ടൻഷ്യൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് ചാപ്റ്റർ 1 ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം.